തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രമായ ബിൻ ജബൈൽ ഇസ്രായേൽ സൈന്യം ഉടൻ കീഴടക്കുമെന്നാണ് ഇപ്പോൾ ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് നേരെ സൈന്യ നീക്കം ശക്തമായി തുടരും. അതേസമയം ലെബനുമായി ചർച്ച നടത്തും. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നും നെതന്യാഹു പറയുന്നു. അതിന്റെ ഭാഗമായി ചില മേഖലകളിലേക്ക് ഇന്നലെയും വലിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ വലിയ ഒരു കോട്ട എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കോട്ട തങ്ങൾ ഉടൻ ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ആദ്യമായാണ് ലെബനുമായി ഒരു ചർച്ച നടത്തുന്നത് എന്നും നെതന്യാഹു വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിൽ നടത്തിയ ആക്രമണത്തിൽ 5 പേർ, 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അജയ്, ഇപ്പോൾ ഹിസ്ബുള്ള എന്നുള്ളത് ഇസ്രായേലിന്റെ ശത്രുവാണ്. പക്ഷെ ലെബനൻ എന്ന രാജ്യത്തിനോട് ശത്രുതയില്ല, അതാണ് വ്യക്തമാക്കുന്നത്. ലെബനനോട് ചർച്ച നടത്തുന്നു. പക്ഷേ ഹിസ്ബുള്ള, അവിടുത്തെ പ്രധാന തീവ്രവാദ സംഘടന എന്നവർ വിശേഷിപ്പിക്കുന്ന ഹിസ്ബുള്ളയെ തീർക്കും. ഇത് രണ്ടും കൂടി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാനുമായിട്ട് US നടത്താനിരിക്കുന്ന സമാധാന ചർച്ചകളിൽ ഉൾപ്പെടെ വലിയൊരു പ്രതിസന്ധിയായിട്ടുള്ളത് ഈ ലെബനൻ വിഷയം തന്നെയാണ്. ലെബനിലേക്കുള്ള ഈ ഇസ്രായേലിന്റെ ആക്രമണം അത് സജീവമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെയുള്ള സംഘർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് ഇപ്പോൾ സജീവമായി നിലനിർത്തുന്നു എങ്കിലും ഈ ഗ്രൗണ്ട് ഇൻവേഷൻ ഉൾപ്പെടെ ഇസ്രായേൽ കൂടുതലായി ഫോക്കസ് ചെയ്തിരുന്നത് ലെബനിലേക്കാണ്. ലെബനന്റെ തെക്കൻ മേഖലകളിൽ കൂടുതൽ പ്രദേശങ്ങൾ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നിയന്ത്രണം കടുപ്പിച്ച് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായി തുടച്ചു നീക്കുക, അതുതന്നെയായിരുന്നു ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തകർത്തു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തെക്കൻ ലെബനിലുള്ള പല ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയുടെ ട്രെയിനിങ് ക്യാമ്പുകൾ സ്ഥിതി ചെയ്തിരുന്നു. അപ്പോൾ ഇവയെല്ലാം പൂർണ്ണമായിട്ട് തകർത്തു. അതുപോലെ തന്നെ ഗതാഗത നീക്കം അത് സ്തംഭിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതായത് വടക്കൻ ലെബനെയും തെക്കൻ ലെബനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചില പാലങ്ങൾ തകർത്തു. അപ്പോൾ ഇതുവഴി ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റേതാണെങ്കിലും കൂടുതലായിട്ടുള്ള ഉപകരണങ്ങൾ, വെടിക്കോപ്പുകൾ അതെല്ലാം തെക്കൻ ലെബനിലേക്ക് എത്തിക്കുന്നത് അത് ഇസ്രായേൽ നിയന്ത്രിച്ചു.